നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വണ്ണപ്പുറം മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി ജനങ്ങൾ. കുരുന്നുകൾ പഠിക്കുന്ന മേരിമാത കിൻഡർ ഗാർഡൻ സ്കൂളിലും കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യം അധ്യാപകരെ ആശങ്കയിലാഴ്ത്തുന്നു. പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെതിരെ മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്താനൊരുങ്ങി നാട്ടുകാർ. നെടുങ്കണ്ടം സന്യാസിയോടയിൽ വളർത്തുനായയെ പാറയിൽ അടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി ജില്ലാ അനിമൽ റെസ്ക്യൂ ടീം. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്താത്ത പോലീസിനെതിരെയും നിയമ നടപടി സ്വീകരിക്കും. സന്യാസിയോട സ്വദേശിയായ രാജേഷ് ബന്ധുവീട്ടിലെ വളർത്തുനായയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം. അയ്യപ്പൻകോവിൽ ആലടി ഫാമിലി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് മണ്ണ് പരിശോധനയും DPRും ഉടൻ പൂർത്തിയാക്കാൻ തീരുമാനമെടുത്തത് വാഴൂർ സോമൻ MLAയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗം. പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയത് 2016-ൽ. കട്ടപ്പന വെള്ളയാംകുടി കൊങ്ങിണിപ്പടവ് മേഖലയിൽ കുരുമുളക് മോഷണം പതിവ്. കഴിഞ്ഞ ദിവസം രാത്രി വീടിന്റെ പോർച്ചിൽ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന ഉണക്കെത്തിയ 150 കിലോയോളം കുരുമുളക് മോഷണം പോയി. സംഭവത്തിൽ കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വണ്ണപ്പുറം മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാനശല്യം മൂലം പൊറുതിമുട്ടി ജനങ്ങൾ. കുരുന്നുകൾ പഠിക്കുന്ന മേരിമാത കിൻഡർ ഗാർഡൻ സ്കൂളിലും കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യം അധ്യാപകരെ ആശങ്കയിലാഴ്ത്തുകയാണ്. നിരവധി പരാതികൾ വനംവകുപ്പിനോട് ഉന്നയിച്ചിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്താനൊരുങ്ങുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ കുറെ നാളുകളായി മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാനശല്യം മൂലം നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനക്കൂട്ടം റോഡിൽ ഇറങ്ങുന്നതോടെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. പലപ്പോഴും ജോലി കഴിഞ്ഞ് ആളുകൾ റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങളിലെത്തുമ്പോൾ കാട്ടാനകളുടെ സാന്നിധ്യം മൂലം നിരവധി അപകടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം ഞങ്ങൾക്കൊരു ഭയങ്കര ഭീഷണിയായി. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു രീതിയിലും ഇത് മുന്നോട്ടുള്ള ജീവിതം ഞങ്ങളുടെ മുമ്പിലൊരു ചോദ്യചിഹ്നമാണ്. ഞങ്ങളുടെ ഇനി അധികാരികളുടെ ദയയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക മാത്രമാണ് ഞങ്ങൾക്കൊരു നിവൃത്തിയുള്ളൂ. കൂടാതെ മേരിമാത കിൻഡർ ഗാർഡൻ സ്കൂളിലെ LKG UKG വിഭാഗങ്ങളിൽ പഠിക്കുന്ന 56ഓളം കുരുന്നുകൾക്കും അപകട ഭീഷണി ഉയർത്തിയാണ് കാട്ടാനക്കൂട്ടം സ്കൂളിലേക്ക് എത്തുന്നത്. വൈകുന്നേരത്തോടെ എത്തുന്ന കാട്ടാനക്കൂട്ടം സ്കൂളിലെ പിൻവശത്തുള്ള മതിൽ പൊളിച്ച് അകത്ത് കയറി വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കുന്നത്. മതിൽ തകർത്തതിനും കൃഷിനാശം സംഭവിച്ചതിനും നഷ്ടപരിഹാരത്തിനായി അപേക്ഷ നൽകിയിട്ടും നാളുകളായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് സ്കൂൾ സുപ്പീരിയർ സിസ്റ്റർ അനുപമ പറയുന്നു. ഇവിടെ ആനയുടെ ശല്യം ഒരു 3 വർഷമായി. 2021 തൊട്ട് ഇവിടെ ആനശല്യം തുടങ്ങിയതാണ്. നമ്മുടെ മതിൽ ഇപ്പം 2 പ്രാവശ്യം പൊളിച്ചു. നമ്മൾ തന്നെ വീണ്ടും കെട്ടി. കാരണം ഇവിടെ LKG UKG കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഇതിന് പുറകിൽ വരെയാണ് ആന വന്നത്. ഈ കോമ്പൗണ്ടിനകത്തും കയറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ജീവന് നമ്മൾ വില കൊടുക്കേണ്ടത് കൊണ്ട് സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് നമ്മൾ മതിൽ കെട്ടിയത്. ഒപ്പം കൃഷിനാശം വന്നിട്ടുണ്ട്. ഇവിടെ DFO സാറ് വന്നിരുന്നു. സാറ് പറഞ്ഞത് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു നഷ്ടപരിഹാരത്തിന്. പക്ഷേ അപേക്ഷ 2 പ്രാവശ്യം കൊടുത്തെങ്കിലും നഷ്ടപരിഹാരം ഒന്നും ലഭിച്ചിട്ടില്ല. കാട്ടാനക്കൂട്ടങ്ങളെ തുരത്തുവാൻ നിരവധി പരാതികൾ ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് മുള്ളരിങ്ങാട് അമൽത്തൊട്ടി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വരുന്ന 26-ാം തീയതി തിങ്കളാഴ്ച മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നെടുങ്കണ്ടം സന്യാസിയോടയിൽ വളർത്തുനായയെ പാറയിൽ അടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങിയ ജില്ലാ അനിമൽ റെസ്ക്യൂ ടീം. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്താത്ത പോലീസിനെതിരെയും നിയമ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമാണ് സന്യാസിയോട സ്വദേശിയായ രാജേഷ് ബന്ധുവീട്ടിലെ വളർത്തുനായയെ കൊലപ്പെടുത്തിയത്. സ്വത്ത് സംബന്ധമായ തർക്കത്തിനൊടുവിലാണ് രാജേഷ് സഹോദരിയുടെ വീട്ടിലെ നായയെ പാറയിൽ അടിച്ചു കൊലപ്പെടുത്തിയത്. നായ കുരച്ചതായിരുന്നു പ്രകോപനം. വളർത്തുമൃഗത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും വയോധികയായ സ്ത്രീയെ ഉൾപ്പെടെ മർദ്ദിച്ചിട്ടും പ്രതിക്കെതിരെ പോലീസ് മതിയായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തില്ലെന്നാണ് അനിമൽ റെസ്ക്യൂ ടീമിന്റെ ആരോപണം. ഈ കൊടും വേനലിൽ മനുഷ്യനെ പോലെ തന്നെ പരവേശമെടുത്ത് ഓടി നടക്കുന്ന ഈ മിണ്ടാപ്രാണികൾക്ക് ഒരു നേരത്തെ ആഹാരവും വെള്ളവും കൊടുക്കേണ്ട ചുമതലയുള്ള ഭരണഘടന അനുശാസിക്കുന്ന ചുമതലയുള്ള മനുഷ്യൻ തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവരെ ഒന്ന് മനസ്സിലാക്കണം. കാരണം നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് ഈ പറയുന്ന മിണ്ടാപ്രാണികൾ, പക്ഷിമൃഗാദികളെല്ലാം.
അപ്പോൾ അവർക്ക് എതിരെ ഉണ്ടാകുന്ന ഈ വലിയൊരു അനീതിയെ, അതും 6 വയസ്സോ വരെ വളരെ ഓമനിച്ച് വളർത്തി അവരെ എന്തൊരു സ്നേഹം നൽകിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ചോദിക്കുമ്പോഴത്തേക്കും പറയും, ഒരു പട്ടിയല്ലേ അല്ലെങ്കിൽ ഒരു വളർത്തുനായല്ലേ കൊന്നത്, അതിനിപ്പോൾ ഇത്ര വിഷയം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും ആ ഒരു വളർത്തുമൃഗം, ആ ഒരു നായ്ക്കുട്ടി അവരുടെ വീട്ടിൽ എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിനെ വളരെ മൃഗീയമായി കൊന്ന ആ വ്യക്തിക്കെതിരെ ആ വ്യക്തി നിയമം അനുശാസിക്കുന്ന ഏറ്റവും ആനിമൽ ക്രൂവൽറ്റി ആക്ട് പ്രകാരം ഉണ്ടാകുന്ന കേസുകൾ ആ വ്യക്തിക്ക് എതിരെ ചുമത്തുകയും ആ വ്യക്തിയെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടുക്കി ജില്ലാ ആനിമൽ റെസ്ക്യൂ ടീമായ സേവ് ദ ആനിമൽസിലെ മഞ്ജുവമനെയും കീർത്തിദാസ് എന്ന ഞാനും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള മെമ്പർമാരും എല്ലാവരും കൂടി ഒരു നിവേദനം, എല്ലാവരും ഒപ്പിട്ടൊരു നിവേദനം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അനിമൽ ക്രുവൽറ്റി ആക്ട് പ്രകാരം അനിമൽ വെൽഫെയർ ബോർഡിലും പോലീസിലും പരാതി നൽകും. പ്രതിക്ക് അനുകൂല നിലപാടെടുത്ത പോലീസിനെതിരെയും പരാതി നൽകും. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് അനിമൽ റെസ്ക്യൂ ടീമിന്റെ തീരുമാനം. അയ്യപ്പൻകോവിൽ ആലടി ഫാമിലി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് മണ്ണ് പരിശോധനയും DPRും ഉടൻ പൂർത്തിയാക്കാൻ തീരുമാനം. വാഴൂർ സോമൻ MLAയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത്. 2016 പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയത്. ആശുപത്രിക്ക് പുതിയ കെട്ടിടം പണിയാൻ പ്രാദേശിക വികസന ഫണ്ടിൽ വാഴൂർ സോമൻ MLA 5 കോടി രൂപ അനുവദിച്ചിരുന്നു. ആശുപത്രിയുടെ ഉടമസ്ഥതയിൽ 1 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നെങ്കിലും പട്ടയം ഇല്ലാതിരുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. 2024 മാർച്ച് 31 മുൻപ് നിർമ്മാണം തുടങ്ങിയില്ലെങ്കിൽ അനുവദിച്ച ഫണ്ടിന്റെ 20% നഷ്ടമാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മുന്നറിയിപ്പും നൽകി. തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ, പഞ്ചായത്ത് കമ്മിറ്റി എന്നിവരുടെ അപേക്ഷ പരിഗണിച്ച പട്ടയം ലഭിക്കുന്നതിന് മുൻപ് കെട്ടിടം പണിയാൻ ആരോഗ്യവകുപ്പിന് കളക്ടർ മുൻകൂർ നിർമ്മാണ അനുമതി നൽകുകയായിരുന്നു. തുടർന്ന് എറണാകുളം ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോസ്ന K. ജോസ് സ്ഥലപരിശോധന നടത്തി. തുടർന്നാണ് മണ്ണ് പരിശോധന, DPR എന്നീ നടപടികളിലേക്ക് കടക്കുന്നത്. ആദിവാസി തോട്ടം മേഖലകളടക്കം 3 പഞ്ചായത്തുകളിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതോടെ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുമെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാർ ഫണ്ട് അനുവദിച്ചുവെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം നമുക്ക് പണികൾ ആരംഭിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. സ്ഥലം സംബന്ധിച്ച രേഖകൾ ലഭ്യമാക്കുവാൻ വന്ന താമസമാണ് അതിൽ പ്രധാന ഒരു അതെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് സജ്ജമാണ് എന്ന വിവരം സർക്കാരിനെ അറിയിക്കുവാൻ തീരുമാനിച്ചു. ഫണ്ട് ലാപ്സാകാതെ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രധാന കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് വളരെ അടിയന്തരമായി യോഗം ചേർന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിർദ്ദേശം മറ്റൊരു ക്വാർട്ടേഴ്സിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റിക്കൊണ്ട് കെട്ടിടം പണികൾ താമസത്തിന് ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഹൈകമാൻഡ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. കാര്യത്തിൽ മെഡിക്കൽ ഓഫീസറും മറ്റു ബന്ധപ്പെട്ട ആളുകളെല്ലാം അതിനോടൊപ്പം സഹകരിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലുള്ള കെട്ടിടത്തിന്റെ ഒരു ഭാഗം നിലനിർത്തിയും ക്വാർട്ടേഴ്സ്, പബ്ലിക് ലൈബ്രറി തുടങ്ങിയ കെട്ടിടങ്ങൾ പ്രയോജനപ്പെടുത്തിയും ആശുപത്രിയുടെ പ്രവർത്തനം ആലടിയിൽ തന്നെ തുടരാനും യോഗം തീരുമാനിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജേമോൾ ജോൺസൺ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേരി വർഗീസ്, പൊതുമരാമത്ത് AE പൊന്നൂസ് ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന വെള്ളിയാങ്കുടി കൊങ്ങിണിപ്പടവ് മേഖലയിൽ കുരുമുളക് മോഷണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വീടിന്റെ പോർച്ചിൽ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന ഉണക്കെത്തിയ 150 കിലോയോളം കുരുമുളക് മോഷണം പോയി. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന നഗരസഭ 3-ാം വാർഡ് സൊസൈറ്റിപ്പടി മേഖലയിൽ കൊങ്ങിണിപ്പടവ് കരിമരുതെങ്കൽ ബോസിന്റെ വീട്ടിൽ നിന്നും 150 കിലോയോളം കുരുമുളകാണ് മോഷണം പോയത്. ഉണക്കെത്താറായ കുരുമുളക് ചാക്കിൽ കെട്ടി കാർപോർച്ചിലാണ് സൂക്ഷിച്ചിരുന്നതെന്ന് വീട്ടുകാർ പറയുന്നു. ഒരു 1.5 മാസം മുമ്പ് ഇവിടെ ഉപ്പാക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടുകാരൻ
കുറച്ച് ഇതേ രീതിയിൽ തന്നെ മിസ്സാകുന്നത്. ഇപ്പം എങ്ങനെയാണ് വളരെ ശാന്തമായ ഏരിയ ആയിരുന്നു. ഇപ്പം ഈ ഹിന്ദിക്കാരൊക്കെ കൂടുതൽ ഇറങ്ങുന്നതാണ് പിന്നെന്നറിയില്ല. സംഭവങ്ങളൊക്കെ ഇവിടെ ഒരു സാധാരണമായിക്കൊണ്ടിരിക്കും. വീടിൻ്റെ ഫ്രണ്ടിൽ ഉണങ്ങി കെട്ടി വെച്ചിരുന്നതാണ് അടുത്ത സൈഡിലേക്ക് നമ്മുടെ പോർച്ചിൽ വെച്ചിരുന്നത്. 150 കിലോ അടുത്ത് തൂക്കം ഉണ്ടാകും. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിച്ച കുരുമുളക് പറിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നത്. 1 മാസം മുമ്പ് സമീപത്തുള്ള ഉപ്പുമാക്കൽ ജിതിന്റെ വീടിന് മുന്നിൽ ഉണങ്ങാനിട്ടിരുന്ന 25 കിലോയോളം കുരുമുളകും മോഷണം പോയിരുന്നു. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും സമീപത്തെ CCTV-കൾ പരിശോധിക്കുകയും ചെയ്തെങ്കിലും മോഷ്ടാവിനെക്കുറിച്ച് സൂചനകൾ ലഭിച്ചില്ല. 2 മാസം മുമ്പ് പ്രദേശത്തു നിന്നും ടിവിയും തേങ്ങായും മോഷണം പോയിരുന്നു. പിന്നീട് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ പ്രദേശത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇവ കണ്ടെത്തി. 6 മാസം മുമ്പ് ഈ ഭാഗത്തു നിന്നും 2 സൈക്കിളുകളും മോഷണം പോയിരുന്നു. ജനങ്ങൾ സമാധാനപരമായി ജീവിച്ചിരുന്ന കാർഷിക മേഖലയാണ് കൊങ്ങിണിപ്പടവ്. മേഖലയിൽ രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നും നഗരസഭാ വാർഡ് കൗൺസിലർ ജൂലി റോയി ആവശ്യപ്പെട്ടു. മരുതർ കുടിച്ചിഞ്ചാട്ടിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 15 തിലാ മുളകോളമാണ് മോഷണം പോയിരിക്കുന്നത്. പോലീസ് വന്നു അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ നമുക്കൊരു തുമ്പൊന്നും കിട്ടിയിട്ടില്ല. ഇതിൽ നിന്ന് പറയാനുള്ളത് ഈ മേഖലയിൽ കാര്യമായിട്ട് പെട്രോളിംഗ് നടത്തുകയും ഇത് ചെയ്തതാരാണെന്ന് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ ആളുകളെ പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഏകദേശം ഒരു 4-5 വീടുകളിലോളം അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു കോൺടാക്ട് ചെയ്യാനായിട്ട് ഇവരോട് ആവശ്യപ്പെട്ടാൽ ഇവർ ഒരു തരത്തിലും നമ്മളോട് സഹകരിക്കാത്ത മനോഭാവമാണ് സ്വീകരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കട്ടപ്പനയിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. എറണാകുളം സ്വദേശിയെ കബളിപ്പിച്ച് കട്ടപ്പനയിൽ നിന്ന് 8 ലക്ഷം രൂപയുമായി മുങ്ങിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. സാഹസികമായാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. തട്ടിപ്പ് സംഘം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ആറ്റുപറമ്പിൽ ഷെഹിൻ, കാഞ്ഞിരപ്പള്ളി, പാറക്കടവ്, കൊട്ടാരപ്പറമ്പിൽ സിനാജ് എന്ന് വിളിക്കുന്ന സിറാജ് എന്നിവരാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത്. 23-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. 60 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച വ്യാപാരിയായ എറണാകുളം പള്ളുപുത്തി മാനുവേലിൽ വീട്ടിൽ അബ്ദുൾ റഹീമിനെ പ്രതികൾ കട്ടപ്പനയിൽ എത്തിക്കുകയായിരുന്നു. വൈകിട്ട് 6:30 കട്ടപ്പനയിൽ വെച്ച് അഡ്വാൻസായി കൊണ്ടുവന്ന 8 ലക്ഷം രൂപ തട്ടിയെടുത്ത ശേഷം പ്രതികൾ കടന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ എരുമേലി സൗത്ത് പുതുപ്പറമ്പിൽ മുഹമ്മദ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണം തട്ടിയെടുത്ത് മുങ്ങിയത്. സംഭവത്തിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 2 പേർ പിടിയിലായത്. അറസ്റ്റിലായ പ്രതികൾ കൊലപാതകം, വധശ്രമം, പിടിച്ചുപറി, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ കേസുകളിലെ പ്രതികളും പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമാണ്. കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പൊൻകുന്നം പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ പണം തട്ടിയെടുക്കാൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ്, കട്ടപ്പന DYSP PV ബേബി എന്നിവരുടെ മേൽനോട്ടത്തിൽ കട്ടപ്പന പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ, കാഞ്ഞിരപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ഫൈസൽ, പൊൻകുന്നം പോലീസ് ഇൻസ്പെക്ടർ ദിലീഷ്, SCPOമാരായ സുരേഷ് B. ആന്റോ, ശ്രീജിത്ത്, സുമേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സമാനമായ മറ്റു കുറ്റകൃത്യങ്ങളിൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും മറ്റും ഊർജിതമായ അന്വേഷണം തുടർന്നു വരികയാണ്. പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ച സാമൂഹിക വിരുദ്ധർക്കെതിരെ പ്രതിഷേധം ശക്തം. SMYM കട്ടപ്പന ഫെറോനയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും നടത്തി. നിരവധി യുവജനങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പൂഞ്ഞാർ ഫെറോന പള്ളിയിലെ സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ ഒരു സംഘം സാമൂഹിക വിരുദ്ധർ ആക്രമിച്ചതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിന്റെ ഭാഗമായാണ് SMYMന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പള്ളിക്കവലയിൽ നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കമ്പമട്ട് ഇടവക വികാരി ഫാദർ ജോർജ് തിരുവങ്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ പ്രതിഷേധിച്ച് പരിചയമില്ല. പ്രതിഷേധ സംഗമങ്ങൾ നടത്തുന്നവരല്ല, തെരുവിലിറങ്ങുന്നവരല്ല. കാരണം നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. സമാധാനത്തിന് നിരക്കാത്തതായിട്ട് ഒന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുമില്ല. നമ്മളിവിടെ ഈ പ്രതിഷേധ സംഗമം നടത്തുമ്പോഴും ഇതിന്റെ പേരില് നമ്മൾ ആരെയും വെല്ലുവിളിക്കുകയോ ആർക്കെങ്കിലും എതിരായിട്ട് സംസാരിക്കുകയോ അല്ല ഉദ്ദേശിക്കുക.
നേരെ മറിച്ച് നമ്മുടെ ഉള്ളിലെ വേദന അത് പുറത്തേക്ക് കൊണ്ടുവരിക മാത്രമാണ്. നമുക്കിതിൽ വേദനയുണ്ട് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണ് നമ്മൾ ചെയ്യുക. ഇത് ആർക്കെങ്കിലും എതിരായ ഒരു പ്രതിഷേധ സംഗമമല്ല, ഇത് സമാധാനത്തിനെതിരായിട്ടുള്ള ഒരു സമ്മേളനമല്ല. നമ്മൾ സമാധാനം കാംക്ഷിക്കുന്നു, നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്ന് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ പേരിലാണ് നമ്മൾ ഇന്ന് ഇപ്രകാരം ഒരു പ്രതിഷേധ സംഗമം നടത്തുക. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടില് ക്രൈസ്തവരും ഹിന്ദുമത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളുമെല്ലാം വളരെ ഐക്യത്തോടും യോജിപ്പോടും കൂടി കഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മതവിശ്വാസത്തെയും ഇതര മതവിശ്വാസികള് ആദരവോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് കാണുക. ഓരോ മതവിശ്വാസികളുടെയും ആരാധന ആലയങ്ങളില് അവര് കയറുന്നുണ്ടെങ്കിൽ, മറ്റു മതസ്ഥര് കയറുന്നുണ്ടെങ്കിൽ വേണ്ടത്ര ആദരവും ബഹുമാനവും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് അപ്രകാരമൊക്കെ കയറിയിട്ടുള്ളത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അന്തസ്സോടെയുള്ള ഒരു പെരുമാറ്റം മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളോടും മറ്റു മതസ്ഥരുടെ ആരാധനാ രീതികളോടും അന്തസ്സോടെയുള്ള ഒരു പെരുമാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ട്. വിദ്യാസമ്പന്നരായ കേരള സമൂഹത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമാണുള്ളത്, അന്തസ്സോടെ മറ്റു മതസ്ഥരോട് പെരുമാറുക എന്നത്. എന്നാൽ ഈ അന്തസ്സോടെ പെരുമാറണമെങ്കിൽ അന്തസ്സെന്ന ഒന്ന് അവർക്കുണ്ടാവണം. അന്തസ്സില്ലാത്ത പെരുമാറ്റങ്ങള് അങ്ങായിട്ട് നടക്കുമ്പോൾ നമ്മൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുക. SMYM കട്ടപ്പന ഫെറോന പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി അധ്യക്ഷനായിരുന്നു. ഫെറോന ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി, രൂപത മുൻ പ്രസിഡന്റ് ജോമോൻ പൊടിപ്പാറ, ഫാദർ ആൽബിൻ വടക്കേപ്പിടിക, സ്റ്റെഫിൻ ചൂരപ്പൊയ്കയിൽ എന്നിവർ സംസാരിച്ചു. 100ഓളം യുവജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച 3 പേർ പിടിയിൽ. പൂപ്പാറ സ്വദേശികളെയാണ് ശാന്തൻപാറ പോലീസ് പിടികൂടിയത്. തമിഴ്നാട് സ്വദേശിയായ ഒരാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 1 വർഷത്തിലധികമായി 14-കാരിയായ പെൺകുട്ടിയെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയവരാണ് പിടിയിലായത്. നിലവിൽ പിടിയിലായ പ്രതികൾ തമ്മിൽ ബന്ധമില്ല. എന്നാൽ ഇവർ പീഡനത്തിന് ഇരയാക്കിയത് ഒരു പെൺകുട്ടിയെ തന്നെ വിവിധയിടങ്ങളിൽ വെച്ചാണ്. വ്യത്യസ്തമായ 4 കേസുകളാണ് പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് എടുത്തിരിക്കുന്നത്. രാംകുമാർ, വിഘ്നേഷ്, ജെയ്സൺ എന്നിവരെയാണ് ശാന്തൻപാറ പോലീസ് പിടികൂടിയത്. തമിഴ്നാട് സ്വദേശിയായ മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാലങ്ങളായി നടന്നു വന്നിരുന്ന പീഡന വിവരം പെൺകുട്ടി സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിനിടെ വെളിപ്പെടുത്തുകയായിരുന്നു. സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ വിവരമറിയിക്കുകയും തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടുകയുമായിരുന്നു. കട്ടപ്പന ഇരട്ടിയാർ റോഡിൽ വെട്ടിക്കുഴക്കവലയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാറിലിടിച്ച് അപകടം. അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ഉപ്പുതറ മത്തായിപ്പാറ സ്വദേശിയായ സ്കൂട്ടർ യാത്രികനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് 1:30യോടെയാണ് അപകടം നടന്നത്. ഇരട്ടിയാർ ഭാഗത്തു നിന്നും എത്തിയ സ്കൂട്ടർ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇതേസമയം പിന്നിലെത്തിയ മറ്റൊരു സ്കൂട്ടറും കാറിലിടിച്ചു. ഞാൻ അവിടുന്ന് പതുക്കെ സ്ലോ ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പ്രത്യേകിച്ച് ഞാൻ ആ ചേട്ടാ ഇവിടുന്ന് എടുത്തപ്പോൾ തന്നെ വണ്ടി ഇങ്ങനെ വളഞ്ഞാണ് വന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് സംഭവം എന്തെങ്കിലും പറ്റുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ചവിട്ടി നിർത്തി. വണ്ടി ചവിട്ടി നിർത്തിയപ്പോൾ പുള്ളി ഇങ്ങനെ വളഞ്ഞ് ആ സൈഡിൽ വന്ന് വണ്ടി ഇടിച്ചു. കൊണ്ട് പുള്ളിയുടെ നെറ്റി ഇവിടെ ആണെങ്കിൽ ചെറിയ പ്രോബ്ലം ആക്കുന്നുണ്ട്. പിന്നെ ആശുപത്രി വിട്ടിട്ടുണ്ട്, നമ്മളുകൊണ്ട് ആശുപത്രി എത്തിച്ചിട്ടുണ്ട്. ബാക്കി പോലീസുകാർ അവർ എന്നാണെങ്കിൽ നിയമാനുസരിച്ച് ചെയ്യട്ടെ. സ്കൂട്ടർ യാത്രക്കാരന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. കട്ടപ്പനയിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഈ ഭാഗത്ത് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കട്ടപ്പന ടൗണിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ ലോറിയിൽ ഇടിച്ച അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കോഴിമല സ്വദേശിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പള്ളിക്കവല ഭാഗത്തു നിന്നും ടൗണിലേക്ക് അമിത വേഗതയിലെത്തിയ ഓട്ടോറിക്ഷ സഹകരണ ബാങ്കിനു സമീപം റോഡിന് വശത്ത് നിർത്തിയിട്ടിരുന്ന 407 ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറി തെന്നി നീങ്ങി മറ്റൊരു ഓട്ടോറിക്ഷയിലും ഇടിച്ചു. അപകടത്തിൽ ഒരാളുടെ കഴുത്തിൽ കമ്പി തുളഞ്ഞുകയറുകയും ചെയ്തു. പരിക്കേറ്റവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കോഴിമല സ്വദേശിയുടെ പരിക്ക് ഗുരുതരമായതിനാൽ ഇദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കട്ടപ്പന ടൗണിൽ പലപ്പോഴും അശ്രദ്ധമായ ഡ്രൈവിംഗ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. 2 വർഷം മുൻപ് തുടങ്ങിയ കുടിവെള്ള പദ്ധതി പൂർത്തിയാകാത്തതിനാൽ ഉപ്പുതറ കരിന്തരുവി പാലം ചുരക്കാമുട്ട 27 പുതുവൽ പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. ഉണ്ടായിരുന്ന ജലസ്രോതസ് വറ്റിയതോടെ കുടിവെള്ളം 1 മാസമായി വില കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ഉപ്പുതറ കരിന്തരുവി പാലം ചുരക്കാമുട്ട 27 പുതുവൽ പ്രദേശത്തെ ജനങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത്.
പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ 2021-22 നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ചീന്തലാർ പുഴക്കരയിൽ കരിന്തരുവി എസ്റ്റേറ്റ് നൽകിയ സ്ഥലത്ത് കുളവും 27 പുതുവൽ മലമുകളിൽ ടാങ്കും നിർമ്മിച്ചു. തുടർന്നുള്ള പദ്ധതി നടത്തിപ്പ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് കൈമാറി. മോട്ടോർ വിതരണ പൈപ്പ്, വൈദ്യുതി ബന്ധം എന്നിവയ്ക്ക് 2022-23 പഞ്ചായത്ത് 5.5 ലക്ഷം രൂപ വകയിരുത്തി. എന്നാൽ തുടർ നടപടി ഉണ്ടാകാതിരുന്നതിനാൽ അനുവദിച്ച തുക സ്പില്ലോവറിലായി. ഈ വർഷം ടെൻഡർ ക്ഷണിച്ചെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ബില്ല് മാറില്ലെന്ന കാരണം പറഞ്ഞ് നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായില്ല. രണ്ടാമത് വിളിച്ച ടെൻഡർ പ്രകാരം 1 മാസം മുൻപ് ഒരാൾ കരാർ ഏറ്റെടുത്തെങ്കിലും പ്രതിസന്ധി തുടരുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഉപ്പുതറ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ ജനങ്ങളിലെ കുടിവെള്ളത്തിന് പരിഹാരം വരുത്തുവാൻ കട്ടപ്പന ബ്ലോക്കിൽ നിന്നും 15 ലക്ഷം രൂപ മുടക്കി ഇവിടെ പണിതിരിക്കുന്ന ഈ കുളമാണ് നമ്മളിവിടെ കാണുന്നത്. കുളത്തിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത രീതിയിലാണ് ഈ കുളം ഇവിടെ കിടക്കുന്നത്. അതുതന്നെയുമല്ല, ഈ കുരിശുമലയുടെ മണ്ടയ്ക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ടാങ്കും പണിത് വെച്ചിട്ടുണ്ട്. ആ ടാങ്ക് അവിടെ പണിത് വെച്ചു, കുളം ഇവിടെ കുത്തിയിട്ടു എന്നല്ലാതെ ജനത്തിന് യാതൊരു പ്രയോജനവുമില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് മുടക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനവും ജനങ്ങൾക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഈ വാർഡിലുള്ള ജനങ്ങളുടെ കുടിവെള്ളത്തിന് പരിഹാരമുണ്ടാക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ വേനലിന്റെ ആരംഭത്തിൽ തന്നെ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. 500 ലിറ്റർ വെള്ളം വാഹനത്തിൽ സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ 1000 രൂപ നൽകണം. ഇതിന് കഴിയാത്തവർ കിലോമീറ്ററുകൾ മലയിറങ്ങി താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്നും തലച്ചുമടായാണ് വെള്ളം എത്തിക്കുന്നത്. അടിയന്തരമായി അധികൃതർ വിഷയത്തിൽ ഇടപെട്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഹൈറേഞ്ച് NSS താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ 54-ാമത് മന്നം സമാധി ദിനാചരണം നടത്തി. കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ OS പ്രഭാകരൻ നായർ ഭദ്രദീപം തെളിയിച്ചു. കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ വിപ്ലവകരമായ പരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും സമുദായ താൽപര്യത്തോടൊപ്പം ജനാധിപത്യവും മതേതരത്വവും രാജ്യ താൽപര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 54-ാമത് സമാധി ദിനാചരണമാണ് നടത്തിയത്. കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ OS പ്രഭാകരൻ നായർ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ആചാര്യന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. ആചാര്യന്റെ സഹപ്രവർത്തകനായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ മഞ്ചേരി ഭാസ്കരപിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോകം മുഴുവൻ സഞ്ചരിച്ച് അതാത് പ്രദേശത്തുള്ള, രാജ്യത്തുള്ള ആദിവാസികളെ പറ്റി പഠിച്ചു. ആ ഗവേഷകന്മാർ, ആ ചരിത്രാന്വേഷികൾ കേരളത്തിലും വന്നു. കേരളത്തിൽ വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു വർഗത്തെ അവർ കണ്ടു. ആ വർഗമാണ് നായന്മാരെന്ന് പറയുന്നത്. ആ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിഷ്കൃത ചിത്തരായ ഒരു ജനവിഭാഗത്തെ ഞങ്ങൾ കണ്ടു. ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടും ഞങ്ങൾക്ക് കാണാൻ കഴിയാത്തത്ര സംസ്കാര സമ്പന്നരായ, സ്വഭാവശുദ്ധിയുള്ളവരായ, ധാർമ്മിക ബോധമുള്ള, സദാചാര തൽപരരായ, ദീനാനുകമ്പികളായ ഒരു വിഭാഗം ആളുകളെ ഞങ്ങൾ കണ്ടു. NSS ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ CR വിനോദ് കുമാർ, പ്രൊഫസർ MR ഉണ്ണി, യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ, യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ AJ എന്നിവർ സംസാരിച്ചു. 54-ാമത് മന്നം സമാധി ദിനാചരണം നെടുങ്കണ്ടം തൂക്കുപാലം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ആചാര്യന്റെ ഛായാചിത്രത്തിൽ കരയോഗാംഗങ്ങൾ പുഷ്പാർച്ചന നടത്തുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു. കരയോഗം പ്രസിഡന്റ് KR ഉണ്ണികൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സന്യാസിയോട PMG LPS അധ്യാപകൻ Y വിനോദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ചികിത്സാ സഹായം ആവശ്യമുള്ളവരുമായ കരയോഗാംഗങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. അർഹരായവർക്ക് എല്ലാ വർഷവും മന്നം സമാധി ദിനത്തിൽ ഈ പദ്ധതി തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിലും പ്രത്യേകം സ്വരൂപിച്ച ചികിത്സാ സഹായവും ചടങ്ങിൽ കൈമാറി. ദിനാചരണത്തിന്റെ ഭാഗമായി സമുദായ അംഗങ്ങൾ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. കരയോഗം സെക്രട്ടറി മുരുകൻ പിള്ള KV,
വനിതാ സമാജം ഭാരവാഹികളായ രമ്യ വിനേഷ്, മഞ്ജു ബിനു, ബിന്ദു ഉണ്ണികൃഷ്ണൻ, മറ്റു കരയോഗം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. അഖില ഭാരത ഹിന്ദു മഹാസഭ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീര സവർക്കർ സ്മൃതി ദിനാചരണം വണ്ടൻമേട് ആമയാറിൽ സംഘടിപ്പിച്ചു. ദേശീയ ഉപാധ്യക്ഷൻ ബാലസുബ്രഹ്മണ്യൻ കന്യാകുമാരി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വീര സവർക്കറുടെ 58ാമത് സ്മൃതി ദിനാചരണമാണ് വണ്ടൻമേട് ആമയാറിൽ സംഘടിപ്പിച്ചത്. വീര സവർക്കറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ദേശീയ ഉപാധ്യക്ഷൻ ബാലസുബ്രഹ്മണ്യൻ കന്യാകുമാരി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഹിന്ദു മഹാസഭ ഇടുക്കി ജില്ലാ ഉപാധ്യക്ഷൻ എം മുത്തുസ്വാമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മനോജ് പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കറിയാം, ഏറ്റവും നമ്മുടെ ലോകത്ത് ആദ്യമായിട്ട് തന്നെ ശരിക്കും പറഞ്ഞ ഒരു ക്ഷേത്രം തന്നെ നിർമ്മിച്ച് ആ ക്ഷേത്രത്തിൽ ഏറ്റവും പിന്നോക്കമായിട്ടുള്ള ഒരാളെ കൊണ്ട് പൂജ നടത്തി സാമൂഹികമായ ഒരു സന്തുലനാവസ്ഥ നടത്തുന്നതിന് വേണ്ടി ആദ്യം ഭാരതത്തിൽ ശ്രമിച്ച വ്യക്തിയാണ് സവർക്കർ. അപ്പോൾ അദ്ദേഹം നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ അദ്ദേഹത്തിന് ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവരൊക്കെ ഒന്നിച്ച് ഒരിക്കൽ പോലും ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിലൊന്നും താമസിക്കാനോ ഒന്നും സാധ്യമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്ന ഒരു ശിക്ഷ വിധിച്ചുകൊണ്ടാണ് ആൻഡമാൻ നിക്കോബാറിലെ കാലാപാനി ജയിലിലേക്ക് അദ്ദേഹത്തെ അയച്ചത്. ജി മുരളീധരൻ, രാജകുമാരി, സെൽവകുമാർ മംഗലമ്പടി, വരദരാജ് അണക്കര, ബിജു പാമ്പുപാറ, അജയ്കുമാർ പുത്തൻപുരയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. 75ാമത് ഫിൻലി ടൂർണമെന്റിന് മൂന്നാറിൽ ആവേശോജ്വല തുടക്കം. മൂന്നാർ KDHP മൈതാനത്ത് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ലക്ഷ്മി എസ്റ്റേറ്റ് ടീമും നൈമക്കാട് എസ്റ്റേറ്റ് ടീമും ഏറ്റുമുട്ടി. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മൂന്നാർ DYSP അലക്സ് ബേബി നിർവഹിച്ചു. മൂന്നാർ KDHP മൈതാനത്താണ് മത്സരങ്ങൾ നടക്കുന്നത്. വിവിധ എസ്റ്റേറ്റുകളിലെ 14 ടീമുകളാണ് 75ാമത് ഫിൻലി ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. 1941 ബ്രിട്ടീഷുകാർ ഫിൻലി ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ചത്. 75 വർഷങ്ങൾ പിന്നിട്ട ഫുട്ബോൾ മാച്ച് ഇപ്പോഴും മൂന്നാറിലെ ഫുട്ബോൾ പ്രേമികളുടെ ആവേശമാണ്. ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മൂന്നാർ DYSP അലക്സ് ബേബി നിർവഹിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ ലക്ഷ്മി എസ്റ്റേറ്റ് ടീമും നൈമക്കാട് എസ്റ്റേറ്റ് ടീമും ഏറ്റുമുട്ടി. മത്സരത്തിൽ ലക്ഷ്മി എസ്റ്റേറ്റ് ടീം 1 ഗോളിന് നൈമക്കാട് ടീമിനെ തോൽപ്പിച്ചു. രണ്ടാം മത്സരത്തിൽ സൂര്യനെല്ലി ടീം KDHP ഡിപ്പാർട്ട്മെന്റ് ടീമുമായി ഏറ്റുമുട്ടി. മത്സരത്തിൽ KDHP ഡിപ്പാർട്ട്മെന്റ് ടീം വിജയിച്ചു. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുന്ന കാൽപന്ത് കളി കാണാൻ മൂന്നാർ തോട്ടം മേഖലയിലെ സ്ത്രീകൾ ഉൾപ്പെടെ എത്താറുണ്ട്. കൂടാതെ മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളും ഫുട്ബോൾ മത്സരം ആസ്വദിക്കുന്നു. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട തൂക്കുപാലം റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി. ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കിയത്. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട തൂക്കുപാലം വഴി കോഴിമലയ്ക്കുള്ള റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിലധികമായിരുന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് 8 ലക്ഷം രൂപ മുടക്കി കുറച്ചു ഭാഗം സഞ്ചാരയോഗ്യമാക്കി. എന്നാൽ ബാക്കി ഭാഗം സഞ്ചാരയോഗ്യമാക്കാൻ 30 ലക്ഷം രൂപ ആവശ്യമായിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ മാധ്യമ വാർത്തയാവുകയും ചെയ്തു. തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 30 ലക്ഷം രൂപ അനുവദിച്ചത്. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാറെടുത്ത കരാറുകാരൻ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കുകയും ചെയ്തു. മാട്ടുകെട്ട തൂക്കുപാലത്തിലേക്ക് നിരവധി സഞ്ചാരികൾ എല്ലാ സമയത്തും എത്തിച്ചേക്കുന്നതാണ്. പക്ഷേ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ടോയ്ലറ്റ് അടക്കം, അവിടെ അങ്ങോട്ട് പോകുന്ന വഴിയടക്കം നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും ടോയ്ലറ്റ് പണികൾ ഏകദേശം തീർന്നിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അതോടൊപ്പം നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം നമ്മൾ അനുവദിച്ചിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡിസംബർ മാസമാണ് ഫണ്ട് അനുവദിച്ച് കിട്ടിയത്. ഡിസംബർ മാസം നമ്മൾ ഫണ്ട് അനുവദിച്ചു. ഡിസംബറിൽ തന്നെ നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തു. ജനുവരിയിൽ അത് ടെൻഡർ ചെയ്തു.
ടെൻഡർ ചെയ്ത് അപ്പോൾ തന്നെ കരാറുകാരൻ ഏറ്റെടുക്കുകയും ഫെബ്രുവരി 20 മുൻപ് തന്നെ ആ റോഡ് പണി പൂർണ്ണമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. വളരെ 3 മാസം കൊണ്ട് വളരെ ദ്രുതഗതിയിലാണ് നമ്മൾ 30 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുള്ളത്. ജില്ലയിലെമ്പാടുമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇനിയും വികസന പ്രവർത്തനങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് പദ്ധതി വെച്ചുകൊണ്ടിരിക്കുക. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് ദിവസേന 100 കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. ഒപ്പം പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളും 2 ഗ്രാമപഞ്ചായത്തിലെ നാട്ടുകാരും ഉൾപ്പെടെ നേരിട്ടിരുന്ന യാത്രാ ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമായത്. അതേസമയം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ വിവിധ വിവാദങ്ങളും ഉടലെടുത്തിരുന്നു. ഐറിഷ് ഓട നിർമ്മിക്കാൻ വീട്ടിലേക്ക് കയറുന്ന ഭാഗത്തെ കോൺക്രീറ്റ് പൊട്ടിക്കുന്നത് സ്വകാര്യ വ്യക്തി എതിർക്കുകയും ഈ ഭാഗം ഒഴിവാക്കി കരാറുകാരൻ പോയതായും ആരോപണമുണ്ട്. BJP പ്രവർത്തകർ ഇതിനെതിരെ പഞ്ചായത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കട്ടപ്പന വാഴവര വാകപ്പടി നിവാസികളുടെ ചിരകാല സ്വപ്നമായ വാകപ്പടി ആണ്ടുകുന്നേൽപ്പടി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ വാർഡ് കൗൺസിലർ ജെസി ബെന്നി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാഴവര വാകപ്പടി നിവാസികളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു സഞ്ചാരയോഗ്യമായ ഒരു റോഡ് എന്നത്. കട്ടപ്പന നഗരസഭയുടെ 2021-22 സാമ്പത്തിക വർഷം 4 ലക്ഷം രൂപ പാലത്തിനും 2023-24 സാമ്പത്തിക വർഷത്തിൽ റോഡ് കോൺക്രീറ്റിംഗിനായി അനുവദിച്ച 4 ലക്ഷം രൂപയും ചേർത്ത് 8 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ജെസി ബെന്നി നിർവഹിച്ചു. 30ഓളം ഗുണഭോക്താക്കളുള്ള 12ഓളം വീട്ടുകാരിവിടെ താമസിക്കും 30ഓളം ഗുണഭോക്താക്കളുമുള്ള ഈ റോഡിന്റെ ഉദ്ഘാടന കർമ്മം ഇന്നിവിടെ നിർവഹിക്കുമ്പോൾ നിങ്ങളെപ്പോലെ ഏറ്റവും സന്തോഷവും അഭിമാനവും ഇപ്പം എനിക്കുണ്ട്. കാരണം ഞാനിവിടെ ഒരു കൗൺസിലറായിട്ട് വരുമ്പോൾ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആവശ്യം ഇത് തന്നെയായിരുന്നു. അത് നടത്തിക്കൊടുക്കാം. ഞാൻ എൻ്റെ ഈ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു വണ്ടി കയറ്റിക്കൊണ്ട് വരാനുള്ള സൗകര്യം ഞാനിവിടെ ചെയ്തു തരുമെന്ന് ഞാനത് നേരത്തെ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഞാനിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. പാലത്തിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ തന്നെ ആളുകൾ പല വിമർശനങ്ങളും അതിനോടൊപ്പം ഉണ്ടായി. കാരണം ഇവിടെ അതിനേക്കാൾ അത്യാവശ്യമുള്ളൊരു വണ്ടി നമുക്കറിയാം ഇവിടെ ഒരു കിടപ്പ് രോഗിയെ നമ്മൾ പിക്കപ്പിന് കൊണ്ടുപോയ അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അജീഷ് പറഞ്ഞ പോലെ തന്നെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു അത്യാവശ്യ നിലയിലുള്ള രോഗിയെ ഇവിടെ ഈ റോഡിൽ എത്തിക്കുക, ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യവും. പ്രദേശവാസികൾ മുൻപ് വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി യാത്ര ചെയ്തിരുന്നത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇവർ ഇതുവഴി പോയിരുന്നത്. റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതോടെ എല്ലാ വാഹനങ്ങൾക്കും സുഗമമായി ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയും. ഉദ്ഘാടന യോഗത്തിൽ വാഴവര പൗരാവലിക്ക് വേണ്ടി രാഹുൽ തങ്കപ്പൻ, സനീഷ് CR എന്നിവർ സംസാരിച്ചു. റിജിമോൻ വർഗീസ്, അജീഷ് AD എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാഞ്ചിയാർ നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലെ പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് തിങ്കളാഴ്ച സ്കൂൾ മൈതാനത്ത് നടക്കും. പാസിംഗ് ഔട്ട് പരേഡിൽ ഇടുക്കി സബ് കളക്ടർ അരുൺ S. നായർ IAS മുഖ്യ അതിഥിയായിരിക്കും. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി, കട്ടപ്പന DYSP PV ബേബി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മറയൂരിന്റെ മണ്ണിൽ ഏത് കൃഷിയും വിളയിച്ചെടുക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ളതിന് ഉദാഹരണമാണ് കപ്പകൃഷിയിൽ വിളവെടുത്ത് വിജയഗാഥ രചിച്ച തറയിൽ ജെയിംസ്. കഴിഞ്ഞ ദിവസം ഒരു ചുവട് കപ്പ വിളവെടുത്തപ്പോൾ 25 കിലോഗ്രാം തൂക്കമാണ് ഉണ്ടായിരുന്നത്. മംഗലാപുരത്ത് റെയിൽവേയിൽ മെക്കാനിക്കായിരുന്ന ജെയിംസ് 7 വർഷം മുൻപാണ് മറയൂർ നാച്ചുവയലിൽ താമസം തുടങ്ങിയത്. കൃഷിയോട് താല്പര്യമുള്ളതിനാൽ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ചേമ്പ്, ചേന തുടങ്ങിയ കൃഷികളും ചെയ്തു വരുന്നുണ്ട്. മറയൂർ മണ്ണിലെ ഏത് കൃഷിയും വിളയിച്ചെടുക്കുമ്പോൾ അതിനായുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഉദാഹരണത്തിന് ജെയിംസ് ഇപ്പോൾ കപ്പയിൽ വിളവെടുത്ത് വിജയഗാഥ രചിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചോട് കപ്പ വിളവെടുത്തപ്പോൾ 25 കിലോഗ്രാം തൂക്കമാണ് ഉണ്ടായിരുന്നത്. മംഗലാപുരത്ത് റെയിൽവേയിൽ മെക്കാനിക്കായിരുന്ന തറയിൽ വീട്ടിൽ ജെയിംസ് 7 വർഷത്തിനു മുമ്പ് VRS വാങ്ങി മറയൂർ നാച്ചുവയലിൽ ഭാര്യ റോസമ്മയുടെ തറവാട് വീട്ടിൽ താമസം തുടങ്ങി. കൃഷിയോട് താല്പര്യമുള്ളതിനാൽ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ചേമ്പ്, ചേന ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷികൾ ചെയ്തു. ഇതിന്റെ വിളയായാണ് കപ്പ കൃഷി ചെയ്തത്. കൃഷി ഉണ്ടായിരുന്നു. അതിൽ ഒരു മൂട് പറിച്ചപ്പോൾ ഒരു 30 കിലോയോളം വിളവ്, തൂക്കത്തിൻ്റെ വിളവ് നമുക്ക് കിട്ടി. കഴിഞ്ഞ വർഷം ഇതുമാതിരി ഒരു കാശിൽ ഒറ്റ മൂട്ടിൽ നിന്ന് ഒരു 65 കിലോ ഞങ്ങൾ പറിച്ചെടുത്തു. പരിസരത്ത് കുറച്ച് കൃഷികളുണ്ട്.
അതിന് ഈ വർഷമാണ് ഇത്ര ജാസ്തി വിളവ് കിട്ടിയത്. പാമ്പാർ പുഴയിലേക്കുള്ള കൈവഴി ആറായ കൂടവയിൽ ആറിനോട് ചേർന്നാണ് ജെയിംസിന്റെ വീടും സ്ഥലവും. ജലക്ഷാമം ഇല്ലാത്ത ഇവിടെ മറ്റ് കൃഷികൾക്കൊപ്പം കപ്പ കൃഷി ചെയ്ത് നല്ല പരിപാലനം നടത്തി തൂക്കി നോക്കിയപ്പോൾ 25 കിലോഗ്രാം തൂക്കമുണ്ട്. കഴിഞ്ഞ വർഷം കാച്ചിലിന് ഒരു ചോട്ടിൽ മാത്രം 65 കിലോയാണ് ലഭിച്ചത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വണ്ണപ്പുറം മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി ജനങ്ങൾ. കുരുന്നുകൾ പഠിക്കുന്ന മേരിമാത കിൻഡർ ഗാർഡൻ സ്കൂളിലും കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യം അധ്യാപകരെ ആശങ്കയിലാഴ്ത്തുന്നു. പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെതിരെ മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്താനൊരുങ്ങി നാട്ടുകാർ. നെടുങ്കണ്ടം സന്യാസിയോടയിൽ വളർത്തുനായയെ പാറയിൽ അടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി ജില്ലാ അനിമൽ റെസ്ക്യൂ ടീം. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്താത്ത പോലീസിനെതിരെയും നിയമ നടപടി സ്വീകരിക്കും. സന്യാസിയോട സ്വദേശിയായ രാജേഷ് ബന്ധുവീട്ടിലെ വളർത്തുനായയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം. അയ്യപ്പൻകോവിൽ ആലടി ഫാമിലി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് മണ്ണ് പരിശോധനയും DPRും ഉടൻ പൂർത്തിയാക്കാൻ തീരുമാനമെടുത്തത് വാഴൂർ സോമൻ MLAയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗം. പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയത് 2016. കട്ടപ്പന വെള്ളയാംകുടി കൊങ്ങിണിപ്പടവ് മേഖലയിൽ കുരുമുളക് മോഷണം പതിവ്. കഴിഞ്ഞ ദിവസം രാത്രി വീടിന്റെ പോർച്ചിൽ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന ഉണക്കെത്തിയ 150 കിലോയോളം കുരുമുളക് മോഷണം പോയി. സംഭവത്തിൽ കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.